നല്ല പടം. ഫീമെയിൽ പെർസ്പെക്റ്റീവിനെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ലൈക്ക് എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല നല്ല പടം. ഒരു ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഐ ഹോപ്പ് ഇത് എല്ലാവരും കാണുന്നു. ബിക്കോസ് എല്ലാവർക്കും ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ നല്ലോണം അറിയുന്ന പോലെ തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, എൻജോയ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മാത്രമല്ല കുറേ ചിരിക്കാനുണ്ട്, കുറേ കരയാനുണ്ട്. ലൈക്ക് ഇതൊരു അവാർഡ് കാറ്റഗറിയിലേക്ക് പോകാനുള്ള ഫിലിമേ പറ്റില്ല. ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടറിൻ്റെയും പിന്നാലെ പോയി നമ്മളിങ്ങനെ അവരുടെ ലൈഫ് കാണുന്ന പോലത്തെ ഒരു ഫിലിം. ഇത് മലയാള ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര റിലേറ്റബിളും ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആക്ടേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറവാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു വുമൺ പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു സംഭവം കാണുന്നതിൽ ഉള്ള ഒരു രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടാം. അതും ഡിഫറെൻ്റ് ആണ്. അപ്പം കൊമേഴ്ഷ്യൽ ആണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യാൻ ട്രൈ ആവുന്നതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് തോന്നി. സ്ത്രീപക്ഷ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ്. ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് റൈറ്ററും എഡിറ്ററും അതെല്ലാം. അപ്പം അതിൻ്റെതായൊരു സാധനമുണ്ട്, രസമുണ്ട്. ആക്ടിംഗ് വൈസ് ഒക്കെ എല്ലാവരും എല്ലാവരും പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അല്ലല്ല, രസമുണ്ട്. അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ അതിൽ പെർഫോമൻസ് ഒക്കെ ഭയങ്കര രസമാണ്. എല്ലാം പുതിയ ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഡയറക്ടർ എല്ലാം പുതിയ അവരെക്കോട്ടെ നല്ല രസമായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. എല്ലാ ഓഡിയൻസായിട്ട് വർക്കൗട്ട് ആവും. അത് ബേസിക്കലി ഇതൊരു ഭയങ്കര മസാല അങ്ങനത്തെ കമേഴ്ഷ്യൽ ഫിലിം കാറ്റഗറി അല്ല. പക്ഷെ എന്നാലും അതിൻ്റെ മൊമെന്റ്സ് ഒക്കെ എൻജോയബിൾ ആണ്. രസമുണ്ട്. ഓഡിയൻസ് ഒക്കെ കണ്ട് ഇതിനൊരു കമേഴ്ഷ്യൽ സക്സസ് ആക്കി കഴിഞ്ഞാൽ ഇത് ഫെസ്റ്റിവൽസിന് ഇപ്പം എന്താ പറയുക, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ പോയി ഒരുപാട് ക്ലോട്ട്സ് കിട്ടിയ ഒരു മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ കണ്ടു. ഓഡിയൻസ് ഇത് തിയേറ്ററിൽ പോയി, നോർമൽ ഓഡിയൻസ് ഇത് കാണണം. ഇങ്ങനെയുള്ള സിനിമകൾ വിജയിപ്പിക്കണം. കാരണം നല്ല മൂവിയാണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് എവ്രിബഡി. ശിവരഞ്ജിനി ആസ് എ ക്യാപ്റ്റൻ ഹാസ് ഡൺ ഹർ ബെസ്റ്റ്. ഈച്ച് കാസ്റ്റ് ആൻഡ് ക്രൂ ഹാസ് ഡൺ ദെയർ ബെസ്റ്റ്. വിക്ടോറി കുറേ റെക്കഗ്നീഷനിലൂടെ കടന്നു വന്ന് സക്സസ്ഫുൾ ആയ ഒരു പടമാണ്. അത് ഫൈനലി തിയേറ്ററിൽ വരികയാണ്. അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മിസ്സാക്കരുത്. കാരണം ഇത് റൈറ്റ് ഫ്രം ഇതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മുതൽ KSFDC IFFKയിൽ വിൻ ചെയ്യുന്നു, പുറത്തു പോയി ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ വിൻ ചെയ്യുന്നു, അങ്ങനെ കുറേ സ്ഥലത്ത് റെക്കഗ്നൈസ് ചെയ്ത ഒരു പടം തിയേറ്ററിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇത്രത്തോളം റെക്കഗ്നൈസ് ചെയ്ത പടം നിങ്ങൾ തിയേറ്ററിൽ പോയി റെക്കഗ്നൈസ് ചെയ്യുക. ഓഡിയൻസിനോട് എന്ത് എക്സ്പെക്ട് ചെയ്ത് വരാനായിരിക്കും? ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നിങ്ങൾ വെറുതെ എക്സ്പെക്ട് ചെയ്തൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് ഈ പടത്തിന് ഇത്ര റെക്കഗ്നീഷൻ കിട്ടി എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് കൊണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ.